Class 9 പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ 9ാം ക്ലാസ്സിന്റെ പബ്ലിക് എക്സാമിന്റെ ടൈം ടേബിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 6-ാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് 2 എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഏതൊക്കെ എക്സാംസ് ആണെന്നുള്ളത് നമുക്ക് വേഗം നോക്കി നോക്കാം. അപ്പോൾ 6-ാം തീയതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ 2 എക്സാം ഉണ്ട്. രാവിലെ 10 മണി തുടങ്ങിയിട്ട് 11:45 വരെ എൻ്റെ കുട്ടികൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1ന്റെ എക്സാം ആയിരിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഹിന്ദിയുടെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 മണി തുടങ്ങിയിട്ട് 3:45 വരെ 3:45 വരെ. ദെൻ അത് കഴിഞ്ഞാൽ 6-ാം തീയതി നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എക്സാം വരുന്നത് 10-ാം തീയതിയാണ് വരുന്നത്. ഓക്കെ, 10-ാം തീയതി നിങ്ങൾക്ക് രാവിലെ 10 മണി തുടങ്ങിയിട്ട് 11:45 വരെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 2 ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ അന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് 1:30 മുതൽ 4:15 വരെ 15 വരെ അതായത് 4:15 വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ അതിനുശേഷം 10-ാം തീയതി എക്സാം കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അതായത് പിന്നീട് വരുന്നത് അതായത് 11-ാം തീയതി 2 ദിവസമല്ല 11-ാം തീയതി നിങ്ങൾക്ക് ലീവാണ്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12-ാം തീയതിയാണ് എൻ്റെ കുട്ടികൾക്ക് എക്സാം വരുന്നത്. 12-ാം തീയതി 1:30 മുതൽ 3:15 വരെ ബയോളജിയാണ്. ദെൻ അതിനുശേഷം 12-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 13-ില്ല 14-ില്ല 15-ില്ല 16-ില്ല ഓക്കെ 4 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 17-ാം തീയതിയാണ് പിന്നെ എക്സാം വരുന്നത്. 17-ാം തീയതി 1:30 മുതൽ 3:15 വരെ നിങ്ങൾക്ക് ഫിസിക്സിന് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം. ദെൻ 17-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 18-ില്ല 19-ാം തീയതിയാണ് എക്സാം വരുന്നത്. 19-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം വരുന്നത്. ഉച്ചയ്ക്ക് 1:30 മുതൽ 4:15 വരെ എൻ്റെ കുട്ടികൾക്ക് സോഷ്യൽ സയൻസിൻ്റെ എക്സാം ആണ്. ദെൻ 19-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം വരുന്നത് 24-ാം തീയതിയാണ്. ഓക്കെ, 24-ാം തീയതി ട്യൂസ്ഡേ അതായത് ഉച്ചയ്ക്ക് തന്നെയാണ് നമുക്ക് എക്സാം വരുന്നത്. 1:30 മുതൽ 4:15 വരെ ആർട്സ് സ്പോർട്സ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം. ദെൻ അത് 24-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് 26-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. 26-ാം തീയതി 1:30 മുതൽ 4:15 വരെ നിങ്ങൾക്ക് മാത്സിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം. ദെൻ അതിനുശേഷം 27-ാം തീയതി 2 മണി തുടങ്ങിയിട്ട് 3:45 വരെ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ക്ലാസ് 9ന്റെ ടൈം ടേബിൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചോളൂ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങുക. ടൈം ടേബിൾ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ സോഷ്യലായാലും അല്ലെങ്കിൽ ഫിസിക്സിനായാലും മാത്സിനായാലും അത്യാവശ്യം നമുക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ടൈം ടേബിൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി ആ സമയമുണ്ടല്ലോ, ആ നേരത്തെ പഠിക്കാൻ ഇടയിൽ ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. ഇപ്പം തന്നെ നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ ക്രാഷ് ബാച്ച് ഉണ്ട്. അപ്പോൾ അതിൽ ഈ അവസാന നിമിഷത്തിൽ വേഗം എല്ലാ പോർഷൻസും നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത നമ്മുടെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 9ാം ക്ലാസ്സിലെ ക്രാഷ് ബാച്ച് എൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.